ഉല്ലാസ് ബാബു ഇവിടെ പറഞ്ഞ വളരെ ഉല്ലാസ് ബാബു ഇവിടെ പറഞ്ഞ ഒരു കാര്യങ്ങൾ അദ്ദേഹം എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ ചോദിച്ച ഒരൊറ്റ ചോദ്യമുണ്ട്. പ്രിയപ്പെട്ട ഉല്ലാസ് ബാബുവിൻ്റെ മുമ്പിൽ എനിക്ക് ആർട്ടിക്കിൾ 25 ഒന്ന് അദ്ദേഹത്തിന് വായിച്ചത് ഓർമ്മയില്ലെങ്കിൽ ഒന്ന് വായിച്ചു കൊടുക്കാം. ഫ്രീഡം ഓഫ് കോൺഷ്യസ്, വിശ്വാസം, ആൻഡ് ഫ്രീ പ്രൊഫഷൻ, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ എന്ന് പറഞ്ഞാൽ ഈ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ അവരുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് അത് അനുവർത്തിക്കുവാനും അത് വിശ്വാസപ്രകാരം അനുവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനും ഉള്ള അധികാരമാണ്. സബ്ജക്ട് ടു പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത് ആൻഡ് ടു ദ അതർ പ്രൊവിഷൻ ഓഫ് ദിസ് പാർട്ട് ഓൾ പേഴ്സൺ ആർ ഈക്വലി എൻടൈറ്റൽ. എല്ലാവർക്കും തുല്യമായി അവകാശപ്പെട്ടതാണ് എന്ത്? ഫ്രീഡം ഓഫ് കോൺഷ്യസ്, വിശ്വാസം. എന്തിനുള്ള ഏത് മതത്തിൽ ഒരു കാര്യം ഇന്ന് ഉത്തരാഖണ്ഡിൽ UCC നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. അവിടെ നിന്ന് വരുന്ന വാർത്തകൾ, അവിടെ നിന്നുള്ള ആ ബില്ലിന്റെ നിയമത്തിന്റെ വ്യവസ്ഥകൾ എടുത്തു നോക്കുമ്പോൾ എല്ലാ മതങ്ങളിലെയും വിവാഹപ്രായം ഏകീകരിച്ചിരിക്കുകയാണ്. ഭാര്യയോ ഭർത്താവോ ജീവിച്ചിരിക്കുമ്പോൾ പുനർവിവാഹം സാധ്യമല്ലാതായി. സ്വത്ത് വിഭജനം വരുമ്പോൾ പെൺകുട്ടികൾക്ക് മതജാതി വ്യത്യാസമില്ലാതെ പെൺകുട്ടികൾക്ക് സ്വത്തിൽ തുല്യമായ അവകാശം ലഭിക്കുകയാണ്. ഇത് വളരെ കൃത്യമായി മുസ്ലിം സ്ത്രീകളെ, അവരുടെ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. മാത്രവുമല്ല, ലിവ് ഇൻ റിലേഷൻ വരുമ്പോൾ അത് കൃത്യമായി രജിസ്റ്റർ ചെയ്യണം. ആ രജിസ്ട്രാർ ഈ കുട്ടികളുടെ മാതാപിതാക്കളെ വിളിച്ചുകൊണ്ട് ഇവർ ലിവ് ഇൻ റിലേഷൻഷിപ്പിലാണ് എന്നത് അറിയിക്കണം. അങ്ങനെ ഉണ്ടാകുന്ന കുട്ടികൾക്കും നിയമപരിരക്ഷ ലഭിക്കുകയാണ്. ഇവിടെ എവിടെയാണ് വിശ്വാസവുമായി ബന്ധപ്പെട്ട്, ഇവിടെ എവിടെയാണ് ഒരാളുടെ വിശ്വാസം തകരുന്നത്? പകരം കൃത്യമായ മനുഷ്യ അവകാശം ഉറപ്പിക്കുകയല്ലേ ഈ ഉത്തരാഖണ്ഡിലെ UCCയിലൂടെ ലക്ഷ്യമിടുന്നത്? എന്നോട് നിയാസ് ഒരു ചോദ്യം ചോദിച്ചതിന് മറുപടി പറയാനുള്ള അവസരം തരണേ. ഓക്കെ, നോക്കൂ, നിങ്ങൾ മനുഷ്യാവകാശവും അല്ല, ഒരു മിനിറ്റ് ഉല്ലാസേ, ഞാനൊന്ന് പറയട്ടെ. എന്നോടല്ലേ ചോദ്യം, ഞാൻ മറുപടി പറയട്ടെ. ഉല്ലാസേ, മനുഷ്യാവകാശവും ഈശ്വര വിശ്വാസവും അതിൻ്റെ ഈശ്വര വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറ്റുമുട്ടുമ്പോൾ ഈശ്വര വിശ്വാസത്തിന് പ്രാമുഖ്യം കൊടുക്കണമെന്നാണ് ഭരണഘടനയുടെ സത്ത. ആ സത്ത ഉൾക്കൊള്ളുവാൻ തയ്യാറാകണമെന്നാണ് ആർട്ടിക്കിൾ 25 മുതൽ സിവിൽ കോഡ് വരുമ്പോൾ ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ടല്ല, നിയമപരമായ നടപടിയാണ്. ഇവിടെ എവിടെയാണ് വിശ്വാസം ഹനിക്കപ്പെടുന്നത്? അതോ നിങ്ങളിപ്പോഴും ശരീഅത്ത് നിയമം തന്നെ ഈ രാജ്യത്ത് പ്രാവർത്തികമാക്കണം? ഇവിടുത്തെ പാവപ്പെട്ട മുസ്ലിം സ്ത്രീകൾക്ക് ഒരു തരത്തിലുള്ള നീതിയും ഈ സമൂഹത്തിൽ ലഭ്യമാകരുത് എന്ന് നിങ്ങൾ ഇത്ര വാശി പിടിക്കുന്നത് എന്തിനാണ്? ഇവിടെ തെറ്റിദ്ധരിപ്പിക്കലുണ്ട്, അത് അനുവദിക്കാൻ പാടില്ല. നിയാസ്, യെസ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങയുടെ മതത്തിൽപ്പെട്ട ഒരാള്, ധൃതുമതിയായ താങ്കൾക്ക് തന്നെ ശബരിമലയിൽ പോകണം വിചാരിച്ചാൽ പറ്റുമോ? എന്താ അത് അനീതിയല്ലേ? ഒരു സ്ത്രീയോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയല്ലേ? പല സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങൾ ഇപ്പോഴും അതെന്റെ വിശ്വാസമാണ്. പക്ഷേ ഏക സിവിൽ കോഡ് വരുമ്പോൾ അതല്ല സ്ഥിതി. ഒരു മുസ്ലിം സ്ത്രീക്ക് നീതി നിഷേധിക്കപ്പെടുന്നതാണ് ചോദ്യം ചെയ്യുന്നത്. ഒരു മുസ്ലിം സ്ത്രീക്ക് നീതി നിഷേധിക്കപ്പെടുന്നു. ഞാൻ അങ്ങയിലേക്ക് വരാം. ഡോക്ടർ ആരിഫ് ഹുസൈൻ, അങ്ങേക്ക് വിഷയത്തിൽ ഇടപെടാം. ഇവിടെ മതപരമായ, വിശ്വാസപരമായ എന്ത് കണ്ടന്റാണ് UCCയിൽ ഉള്ളത്? അല്ല, അത് ശരിയല്ല. അങ്ങയിലേക്ക് വരാം. എനിക്ക് പറയാനുള്ളത് ഈ മറുപടി പറയാൻ അവസരം ഞാൻ ചർച്ചയിലില്ല. ഞാൻ ഈ ചർച്ച എന്നോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ അങ്ങ് തരുന്നില്ലെങ്കിൽ ഞാൻ ഈ ചർച്ചയിലില്ല. ഒരു കാര്യം പറയാം, മാന്യത കാണിക്കണം. മാന്യത എല്ലാവരോടും ഒരുപോലെ കാണിക്കണം. BJP കാണിക്കുന്ന താങ്കൾക്ക് വേണ്ട. താങ്കളൊരു മാധ്യമ പ്രവർത്തകയാണ്.
താങ്കൾ എന്നോട് ചോദ്യം ചോദിച്ചു, അത് മറുപടി പറയുമ്പോ അങ്ങ് തടസ്സപ്പെടുത്തി. നിയാസ് ഇത് അല്ല, ഞാനൊരു കാര്യം വിശ്വാസമായി എന്നെ വിട്ടേക്കോ, എന്നെ വിട്ടേക്കോ. അങ്ങയുടെ സഹപാനലിസ്റ്റ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയും. ചർച്ചയ്ക്കില്ല, ഞാൻ അല്ല, ചർച്ചയ്ക്കില്ല. ശ്രീ നിയാസ്, നിയാസ് അങ്ങനെ പറഞ്ഞു പോകരുത് പ്ലീസ്. അങ്ങനെ പറഞ്ഞു പോകരുത് ശ്രീ ഒരു നിയാസ്. കാര്യം ഞാൻ പറയാം. നിയാസ ഒളിച്ചോടാതെ തുറന്നു പറ. ഒരു കാര്യം ഞാനോട് പറയാം. നിങ്ങളൊരു കാര്യം പറയാം, നിങ്ങളുടെ പാർട്ടി ചാനലായിരിക്കും, പാർട്ടി ചാനലായിരിക്കും. അത് എനിക്ക് വിഷയമല്ല, എനിക്ക് വിഷയമല്ല. എന്നോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി നീലിമ കയറി അങ്ങ് മേയാൻ വിചാരിച്ചാൽ പറ്റില്ല. ഉല്ലാസ് മറുപടി പറയും. ഉല്ലാസ് മറുപടി പറയും. ഉല്ലാസ് മറുപടി പറയും. സമ്മതിക്കുന്നില്ലെങ്കിൽ താങ്കൾ പറയും. അങ്ങ് നടന്നോ, അങ്ങ് ഉല്ലാസിനെ കൂട്ടി പോയിക്കോ, അങ്ങ് ഉല്ലാസിനെ കൂട്ടി ചർച്ച നടത്തിക്കോ. ഞങ്ങളില്ല. ഒരു കാര്യം അല്ല, ഞാൻ എന്നോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ എനിക്ക് തന്നിട്ടില്ല. രാഷ്ട്രീയത്തിൽ പറയല്ലേ. താങ്കളാണ് ചർച്ചപ്പെടുത്തുന്നത്. ഞാൻ മറുപടി പറയുന്നു. ഇല്ലെങ്കിൽ ഞാനില്ല, ഞാൻ ഈ ചർച്ചയ്ക്കില്ല. എന്റെ നല്ല സുഹൃത്താണ് താങ്കൾ, എന്റെ നല്ല സുഹൃത്താണ് താങ്കൾ. താങ്കൾ ചർച്ചയിലേക്ക് വരൂ, നമുക്ക് ആരോഗ്യകരമായ കാണിക്കുന്നില്ല എന്നോട്. താങ്കൾ ആ മാന്യത കാണിക്കുന്നില്ല. താങ്കൾ ഈ ബിജെപിയോട് മാന്യത കാണിക്കാൻ എല്ലാവർക്കും ഞങ്ങളെ വിളിക്കണ്ട. താങ്കൾ മറുപടി പറയൂ, താങ്കൾക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് പോകൂ. താങ്കൾ എന്നോട് താങ്കൾക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് പോകൂ. താങ്കൾ ഇടയിൽ കയറി അങ്ങ് ഞാൻ പിൻവാങ്ങി. താങ്കൾ പറഞ്ഞു. ഞാനൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, താങ്കൾ പറഞ്ഞത് മനുഷ്യാവകാശ പ്രശ്നമാണ്. ഞാനൊരു കാര്യം, താങ്കൾ പറഞ്ഞത് മനുഷ്യാവകാശ പ്രശ്നമാണ്, അതുകൊണ്ട് അതിനനുസരിച്ചുള്ള നിയമമാണ് എന്ന്. ഞാൻ താങ്കളോട് തിരിച്ചു ചോദിച്ചു, മനുഷ്യാവകാശ പ്രകാരം ഒരു ധൃതമതിയായ സ്ത്രീക്ക് ഒരു ക്ഷേത്രത്തിൽ പോകാനുള്ള അവകാശം നിഷേധിക്കുന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യാവകാശം കൊണ്ടല്ലോ, വിശ്വാസ പ്രമാണം കൊണ്ട്. അതാണ് ഭരണഘടന എല്ലാ മതങ്ങൾക്കും നൽകിയിരിക്കുന്ന അവകാശങ്ങൾ. ആ അവകാശങ്ങൾ എൻ്റെ വിശ്വാസ പ്രമാണ പ്രകാരം ഞാൻ ഖുർആനിൽ വിശ്വസിക്കുന്നു. ഖുർആനിൽ പറയുന്നത് ശരിയായാലും തെറ്റായാലും അത് അനുസരിച്ച് ജീവിക്കാൻ ഒരു മതപരമായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അവകാശം ഇന്ത്യയുടെ ഭരണഘടന നൽകുന്നുണ്ട്. ആ ഭരണഘടനയിൽ തൊട്ട് താങ്കൾക്ക് അല്ലെങ്കിൽ താങ്കളുടെ പാർട്ടിക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. അതിനുവേണ്ടി താങ്കൾ എന്താ പറഞ്ഞത്? അത് മനുഷ്യാവകാശം എനിക്കില്ല എന്നാണ്. ഞങ്ങളെല്ലാം പറയാമല്ലോ. പ്രിയപ്പെട്ട ഉല്ലാസ് ബാബു, അങ്ങ് ഈ രാജ്യത്തെ രണ്ട് വിഭാഗങ്ങളെയും കലക്കി ഈ രാജ്യത്ത് കിരാതമായി വർഗീയ സംഘർഷമുണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ചതിയൻ ചന്തുവിൻ്റെ റോളാണ് താങ്കളും താങ്കളുടെ BJPയും മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം മുസൽമാന്മാർക്കും ഹൈന്ദവർക്കും ക്രിസ്ത്യാനികൾക്കും മതമില്ലാത്തവർക്കും മതമുള്ളവർക്കും ഒരുപോലെ അവരുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവകാശം ഈ ഭരണഘടനയിൽ ഉണ്ടാകുമ്പോൾ അത് നിഷേധിക്കാൻ പാരമ്പര്യമുള്ള രാഷ്ട്രീയ അല്ല, നിയാസിന് ഇപ്പൊ 4 പെണ്ണ് കെട്ടാൻ കഴിയൂല എന്നുള്ളതാണ് ഇപ്പൊ പ്രശ്നം. അതേ ഉള്ളൂ. ഇപ്പൊ ഇതില് വേറെ ഒന്നുമില്ല. സിവിൽ കോഡ് വന്ന 4 പെണ്ണ് കെട്ടാൻ അനുവദിക്കുന്ന എന്റെ മതം. 4 പെണ്ണ് കെട്ടാൻ എങ്ങനെയാണ് 4 പെണ്ണ് കെട്ടാൻ അനുവദിക്കുന്നത്? നിങ്ങൾ അനാവശ്യമായ കാര്യം ഒന്നും പറയണ്ട. കേട്ടെ, ഞാൻ ചോദിക്കുന്നത് ഈ ശബരിമലയിൽ ദ്രുതമതിയായ ഒരു സ്ത്രീക്ക് പോകാൻ ഈ സിവിൽ കോഡ് നിയമം നിങ്ങൾ കൊണ്ടുവരുമോ? വർഗീയവാദം പറയുക. നിയാസിനുള്ള മറുപടി ഞാൻ പറഞ്ഞു. അതായത് ഉല്ലാസ് ബാബു ഉടനെ വരാം. ഒന്ന് ആരിഫ് ഹുസൈൻ ഒന്ന് ഇടപെട്ടോട്ടെ. ഞാൻ കള്ളത്തരാണോ അല്ലത് തന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ശ്രീ നിയാസ്, നമുക്ക് സഭ്യമായ വാക്കുകൾ മാത്രം ഈ ചർച്ചയിൽ ഉപയോഗിക്കാം പ്ലീസ്. ദേഷ്യം വരുന്നുണ്ട്. ഭാഷ പറയില്ല. കാരണം എന്താണെന്നറിയാമോ? നിയാസിന്റെ സംസ്കാരമല്ലല്ലോ എന്റേത്.
ഞാൻ ഈ ഉല്ലാസ് വിഷയം ജി. വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് യാത്രക്കിടയിൽ ഒരു ഇല്ല, ഉല്ലാസ് ബ്രേക്ക് ജി, എടുത്തിട്ട് താങ്കൾ എന്നെ ചേർന്നിരിക്കുന്നത്. ഇടപെടാതിരിക്കുക. എനിക്കൊന്ന് സംസാരിക്കാൻ ഡോക്ടർ ആരിഫ് ഹുസൈൻ ഒന്ന് സംസാരിക്കട്ടെ. താങ്കൾ അനാവശ്യമായി അദ്ദേഹം യാത്രക്കിടയിലാണ് ഈ ചർച്ചയിൽ നിയാസ് ഒന്ന് അതിഥിയായി കേൾക്കൂ. പങ്കെടുക്കുന്നത്. നിയാസ് ശ്രീ പ്ലീസ്. കേൾക്കൂ.